ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ 3 ചെറിയ പ്രോഡക്റ്റുകളുടെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റുകളെന്ന് പറയുമ്പോൾ എൻ്റെ കിച്ചണിലേക്ക് ആവശ്യമായ എനിക്കിഷ്ടം തോന്നിയ 3 കൊച്ചു പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ചിലപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്കും ഇഷ്ടമായേക്കാം, നിങ്ങൾക്കും എന്തെങ്കിലും ആവശ്യം ഈ പ്രോഡക്റ്റ് കൊണ്ടുണ്ടാവാം. അപ്പം നിങ്ങൾക്കും ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇതിനകത്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ചെറിയ വീഡിയോകളൊക്കെ ഇത്രയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനും നോട്ടിഫിക്കേഷൻ കിട്ടാനും കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ 3 പ്രോഡക്റ്റ് വരുത്തിയതും സ്പടിക പ്രോഡക്റ്റാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ അതാണ് വരുത്തിയിട്ടുള്ളത്. അപ്പം ഈ കാണുന്ന പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത്, ഇതിനകത്ത് 5 പീസ് ഒരു സാധനമാണ് ഇരിക്കുന്നത്. അത് ഞാൻ വാങ്ങിയത് 499 രൂപയ്ക്കാണ്. 3 സെറ്റായിട്ടും കിട്ടും, 2 സെറ്റായിട്ടും കിട്ടും. എനിക്ക് 5 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഒരുമിച്ച് 5 എണ്ണം ഓർഡർ ചെയ്യുകയായിരുന്നു. ഒന്നാമത്തെ സാധനം ഇതാണ്. ഈ ചെറിയ കാണാൻ നല്ല ഭംഗിയുള്ള കണ്ടെയ്നറാണ്, വളരെ ചെറിയ കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിച്ചണിൽ എനിക്ക് ആവശ്യമായ സാധനങ്ങൾ, അതായത് കടുക്, ഉലുവയൊക്കെ ഇട്ട് വെക്കാം. പക്ഷെ ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഇതിനകത്ത് തൈര് കട്ടയ്ക്കൊഴിച്ച് വെക്കാനും, അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുത്ത് ഡെക്കറേറ്റ് ചെയ്യാനും, പിന്നെ പുഡിംഗ് ഉണ്ടാക്കി കോരി എടുത്ത് വെക്കാനും, അതുപോലെ സാലഡ്, അത് ഫ്രൂട്ട് സലാഡ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കാനും, പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കൊണ്ടുമ്പോൾ ഒഴിച്ച് കറി, രസം എന്നിവയൊക്കെ ഒഴിച്ച് വെക്കാനും, അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇനിയിപ്പം അൺബോക്സ് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചെഫ് ബാസ്റ്റിംഗ് സെറ്റാണ്, ഓയിൽ ഡിപ്പറാണിത്. അപ്പോൾ അതായത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ഹീറ്റ് റെസിസ്റ്റൻ്റ് സിലിക്കോൺ സ്ക്യൂസ് ബ്രഷ് ആൻഡ് ഗ്ലാസ് ജാറാണിത്. അതായത് നമുക്ക് അപ്പം ചുടുകയോ ദോശ ചുടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പോട്ടിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആ സിലിക്കോൺ സ്ക്യൂസ് കൊണ്ട് നമുക്ക് മുക്കി നമുക്ക് ആവശ്യമുള്ള, ഇപ്പോൾ അപ്പത്തിനായാലും ദോശയ്ക്കായാലും, അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് ജാറാണിത്. നമുക്ക് പലതിനും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഡോക്കിംഗ് സിസ്റ്റമാണ്, ഡിപ്പ് ആൻഡ് ഗോ ബാസ്റ്റിംഗ് ആണ്. അതായത് ഡിപ്പ് ചെയ്യുകയും ചെയ്യാം, ബാക്കി വരുന്ന എണ്ണ ഇതിനകത്ത് കൂടി അകത്തേക്ക് പോവുകയും ചെയ്യും. അതുപോലെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഇതൊരു നല്ല ഓയിലിംഗ് പാനാണ്, മോപ്പിംഗ്, ബാർബിക്യൂ സോസെല്ലാം ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് ഈ പടത്തിൽ കാണുന്നത് പോലെ, ഈ ചിത്രത്തിൽ കാണുമ്പോൾ പോലെ മുക്കി നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. നല്ല ഒരു പ്രോഡക്റ്റാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ കാണിക്കുന്നത് മൂന്നാമത്തെ പ്രോഡക്റ്റാണ്. എന്തായാലും എനിക്ക് 3 സാധനങ്ങൾ വന്നിട്ടും അത് സ്ഫടിക ഗ്ലാസ് ആയിട്ട് പോലും ഒരു ഡാമേജും ഇല്ലാതെയാണ് വന്നത്. നന്നായിട്ട് നല്ല സേഫായിട്ടാണ് ഇതിൻ്റെ പാക്കിംഗ് എല്ലാം, വളരെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തെർമോക്കോളൊക്കെ വെച്ച് 4 സൈഡിലും ഫില്ല് ചെയ്ത് വളരെ സേഫായിട്ടാണ്, ഹാൻഡിൽ വിത്ത് കെയർ, അതായത് വളരെ എങ്ങനെ കെയർ ചെയ്താലും എങ്ങനെ ഹാൻഡിൽ ചെയ്താലും അതിന് ഡാമേജ് സംഭവിക്കാത്ത തരത്തിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. വളരെ
പാക്കാണ്. അതിന് ആമസോണിനോട് താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇപ്പം മൂന്നാമത്തെ ഫൈനൽ എൻ്റെ പ്രോഡക്റ്റ്, അടുക്കളയിലേക്കുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ജാറാണ്. അപ്പോൾ വെള്ളം ഡൈനിങ് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അത് നമുക്ക് വെള്ളം മാത്രമല്ല, ഇപ്പോൾ ജ്യൂസ് വെക്കണമെങ്കിലും അതുപോലെ കോൾഡ് ടീ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് വെക്കണമെങ്കിലും ഒക്കെ വളരെ ഭംഗിയായിരിക്കും. ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജാറിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ വെള്ളമല്ലാത്ത മറ്റെന്ത് വസ്തുക്കളും ഒഴിച്ചാലും വളരെ കളർഫുള്ളായിരിക്കും. അപ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കും. ഒന്നര ലിറ്ററിൻ്റെ ഒരു ജാറാണ്. അപ്പോൾ ചൂടാക്കിയ വെള്ളം നമുക്ക് ഡൈനിങ് ടേബിളിൽ വെക്കാനും അത് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. അത്രയധികം വില ഒന്നും അല്ലാത്തതാണ്. ഞാൻ 335 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത്. 1.5 ലിറ്ററാണ്. ഇതിൻ്റെ കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ജാറുകളുണ്ട്, ഗ്ലാസ് ജാറുകളുണ്ട്. ഈ ജാറിന് ഒരു ലിഡുണ്ട്, നല്ല ലിഡാണ്. പക്ഷേ ലിഡ് സ്ഫടികമല്ല, ഗ്ലാസ് അല്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ആമസോണിൽ നിന്ന് വാങ്ങിയ എൻ്റെ സാധനങ്ങൾ, അൺബോക്സ് ചെയ്ത സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ് എല്ലാം. ഈ 3 പ്രോഡക്റ്റും മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാങ്ങിക്കുക. എനിക്ക് യൂസ്ഫുള്ളാണ്. ഈ 3 സാധനങ്ങളും എനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നേരത്തെ കാണിച്ച ചെറിയ ജാറുകളാണെങ്കിൽ കടുക്, ഉലുവ, സോഡാപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് വയ്ക്കാൻ ട്രാൻസ്പെറൻ്റായിട്ട് കാണുകയും ചെയ്യും. പക്ഷേ ഞാൻ അതിനല്ല വാങ്ങിയത്. എൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ തൈര്, ഐസ്ക്രീം, പുഡിങ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് അലങ്കരിച്ച് ഡൈനിങ് ടേബിളിന് അലങ്കാരം കൂട്ടാൻ വേണ്ടിയിട്ടും അതൊരു മനസ്സിന് നമുക്കെപ്പോഴും ഒരു പ്ലസൻറ്റ് തരും, അതിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.